ഇനി മറ്റൊന്ന്, നോൺ കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാലോ? അത് നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം രണ്ടും നോൺ കറണ്ട് ആണ്. കറണ്ടിലെ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ നോൺ കറണ്ട് അസറ്റും തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നാൽ അത് ഫണ്ടിനെ എഫക്ട് ചെയ്യില്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഇട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നത് നോൺ കറണ്ട് അസറ്റും തമ്മിൽ ട്രാൻസാക്ഷൻ നടന്നാൽ എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഒരു ഫിക്സ്ഡ് അസറ്റ് കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് അസറ്റ് കൂടുകയും മറ്റൊരു ഫിക്സ്ഡ് അസറ്റ് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫർണിച്ചർ. അപ്പോൾ എന്താണ്ടാവുക? മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അല്ലേ? ഒരു നോൺ കറണ്ട് അസറ്റ് കൂടുകയും ഒരു നോൺ കറണ്ട് അസറ്റ് കുറയുകയും ചെയ്യുന്നു. അതും കറണ്ട് ആയിട്ടുള്ള ഈ ഐറ്റംസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് അതൊരിക്കലും തന്നെ നമ്മുടെ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യില്ല. ദെൻ ഇനി ഒരു നോൺ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാലോ? നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാലോ അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ? നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ. അതും ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല, കാരണം രണ്ടും നോൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Redemption of preference shares in exchange of equity shares. Redemption of preference shares using equity shares. ഏത് ഷെയർസ് ആവട്ടെ, redemption of preference using എന്താണ്? ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റിയോ അല്ലെങ്കിൽ ഡിബഞ്ചറോ, ഇക്വിറ്റി ഡിബഞ്ചർ എന്തോ ആവാം. ഓക്കെ, ഇക്വിറ്റി ഡിബഞ്ചർ എന്തോ ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രിഫറൻസ് ഷെയർസിനെ ഒഴിവാക്കുകയാണ്. എന്ത് യൂസ് ചെയ്തിട്ട്? ഇക്വിറ്റി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണ് ഇക്വേഷൻ എന്താണ് എൻട്രി വരിക? പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവിടെ കുറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി. പ്രിഫറൻസ് shares account debtor to equity shares. ഇത് രണ്ടും നോൺ കറണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും തന്നെ എന്ത് ചെയ്യില്ല? നമ്മുടെ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താ? ഇവിടെ കറണ്ട് അസറ്റിനെയോ കറണ്ട് ലയബിലിറ്റിയോ കൂട്ടിയാൽ മാത്രമേ വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം വരുള്ളൂ. അപ്പോൾ ഇതും ഒരിക്കലും എന്ത് ചെയ്യില്ല? ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ദെൻ മറ്റൊന്ന്, നോൺ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് എന്താണ്? പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ്. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ആവട്ടെ, ഡിബഞ്ചർ ആവട്ടെ, പ്രിഫറൻസ് ആവട്ടെ, ഏതായാലും 8 ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇക്വിറ്റി. ഓക്കെ, അതായത് നമ്മൾ ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ട് എന്ത് വാങ്ങാണ്? ഫിക്സ്ഡ് അസറ്റ് വാങ്ങാണ്. എന്തായിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്? അസറ്റ് വരുന്ന സമയത്ത് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർസ്. ആണല്ലോ ഇക്വിറ്റി ഷെയർസ്. ഈ ഫിക്സ്ഡ് അസറ്റോ ഇക്വിറ്റി ഷെയർസോ കറണ്ട് അസറ്റിനെയോ കറണ്ട് ലയബിലിറ്റിയോ ഏതെങ്കിലും വിധത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരിക്കലും എന്തില്ല? ചേഞ്ച് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിച്ചു, ഇത്രയും ട്രാൻസാക്ഷൻസ് സാറ് ഡിസ്കസ് ചെയ്തത് ഫണ്ടിൽ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്കിവിടെ ഒന്ന് എഴുതി വയ്ക്കാം.
കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് നമുക്കിവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാം. കറണ്ട് അസറ്റും ഇവർ തമ്മിൽ സ്വന്തം ഒരു എൻട്രി നടന്നാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ, ഇവർ തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി നമ്മൾ പറഞ്ഞു? നോ, ഒരിക്കലും അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടന്നാൽ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? നോ, ഒരിക്കലും ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ഇനി നമുക്ക് നോക്കാം, ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നവ നോക്കാം. കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടന്നാലോ? കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നാലോ എഫക്റ്റ് ചെയ്യോ? നോക്കൊരു എക്സാമ്പിൾ. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഫോർ ക്യാഷ്. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഫോർ ക്യാഷ് ₹20. 20 രൂപ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങാണ്. എൻട്രി നിങ്ങൾക്കറിയാം, ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ നോക്കാം. നമ്മൾ ഇവിടെ ക്യാഷ് കൂടിയില്ലേ? ക്യാഷ് 20 കറണ്ട് ലയബിലിറ്റിയിൽ ഒരു മാറ്റവും ഇല്ല. ഇവിടുത്തെ ക്യാഷ് എന്ന് പറയുന്നത് 40 40 പ്ലസ് 20 അപ്പോൾ എത്രയായി ടോട്ടല്? 40 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 60 അല്ലേ? 60. ദെൻ 60 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 100. 100 പ്ലസ് 20 120. 120 മൈനസ് 50 70. 120 മൈനസ് 50 70. സോ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യോ? യെസ്, ഓഫ് കോഴ്സ് അതെന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതി വയ്ക്കാം. കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും തമ്മിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ്, അത് എഫക്റ്റ് ചെയ്യും. ഇനി ഇങ്ങോട്ടോ, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിലോ? കറണ്ട് നമ്മൾ പറയാം, ക്രെഡിറ്റേഴ്സ് സെറ്റിൽഡ് ബൈ ഷെയർസ്. നോക്കാം, നമുക്ക് എൻട്രി എഴുതി നോക്കാം. ക്രെഡിറ്റേഴ്സ് സെറ്റിൽഡ് ബൈ ഷെയർസ്. ഷെയർ കൊടുത്തിട്ട് നമ്മളെ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റിൽ ചെയ്യാണ്. എൻട്രി എന്താ വരിക? എൻട്രി എന്താ വരിക? നിങ്ങൾക്കറിയാം, ക്രെഡിറ്റേഴ്സ് ഇവിടെ കുറയും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർസ് അക്കൗണ്ട് അല്ലേ? ഒന്ന് ക്രെഡിറ്റേഴ്സ് കുറയുകയും ഷെയർസ് കൂടുകയും ചെയ്യും. ഷെയർ എന്ന് പറയുന്ന ലയബിലിറ്റി കൂടുകയും ക്രെഡിറ്റേഴ്സ് കുറയുകയും ചെയ്യും. ഇവിടെ എഫക്റ്റ് ചെയ്യോ? ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തു? അവിടെ കുറഞ്ഞു. ഓക്കെ, ഇത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. ₹5 ആണ്. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫിഗേഴ്സ് ഇടുന്നത്. 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 15 എന്നുള്ള ക്രെഡിറ്റേഴ്സ്, ഇവിടെ നമ്മൾ അവർക്ക് ഷെയർസ് കൊടുത്തിട്ട് അവരെ പിരിച്ചു വിടുകയാണ്. അപ്പോൾ ഇവിടെ 15 എന്നുള്ള ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്രയായി മാറും? 5 ആയിട്ട് മാറും.
ആണല്ലോ. അപ്പോൾ 5 + 15 20 + 20 40 അല്ലേ, 40 ആയി മാറും. കറണ്ട് ലയബിലിറ്റി 40 ആയി മാറും. 120 - 40 എത്രയാണ്? 80 ആവും. വർക്കിംഗ് ക്യാപിറ്റൽ 80 ആവും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വന്നല്ലോ. യെസ്, അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും വല്ല ട്രാൻസാക്ഷൻസും നടന്നാൽ, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും വല്ല ട്രാൻസാക്ഷൻസും നടന്നാൽ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ്, തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. ദെൻ ഇനി അടുത്ത ട്രാൻസാക്ഷൻസ് ഇവർ തമ്മിലാണെങ്കിലോ നടക്കുന്നത്, ഇവർ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടന്നാലോ, അതായത് കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടന്നാലോ. ഒരു എക്സാമ്പിൾ, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് ₹20. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ₹20 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കൂടുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസ്. വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ചെയ്യോ? നോക്കാം നമുക്ക്. ക്യാഷ് ഇവിടെ കൂടുന്നു. ക്യാഷ് 20 രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷ് കൂടും. അപ്പോൾ ഇവിടെ 60 എന്നുള്ളടത്ത് ഇവിടെ എത്ര രൂപയായി മാറും? 80 ആവും. കറണ്ട് ലയബിലിറ്റിയിൽ വല്ല ചേഞ്ചും വരുമോ? ഒരു ചേഞ്ചും വരില്ല. കാരണം മറ്റേതെന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ 80 + 40 120 + 20 140. 140 - 40 = 100. വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് വരുമോ? യെസ്, ഓഫ് കോഴ്സ്. ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരും. നെക്സ്റ്റ്, ഇനി ഇത് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിലോ, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ എഫക്റ്റ് ചെയ്യോ? ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്. Purchase of fixed asset on creditor. എന്താണ് എൻട്രി വരിക? ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടും. ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു 30 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടും. ദെൻ കറണ്ട് അസറ്റിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇവിടെ 15 ഉള്ളത് എത്രയാവും? 35 ആവും അല്ലേ. 40 ഉള്ളത് എത്രയാവും? 70 ആവും അല്ലേ. ദെൻ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 70 ആയി മാറും. അതുകൊണ്ട് കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് അസറ്റും തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യെസ്, അതും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. സോ നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കും ഒരു കാര്യവും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു കറണ്ട് ഐറ്റവും മറ്റൊന്ന് നോൺ കറണ്ട് ഐറ്റവും ആണെങ്കിൽ മാത്രമേ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. സിമ്പിളായിട്ട് അത്രമാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് കറണ്ട് ഐറ്റവും മറ്റൊന്ന് നോൺ കറണ്ട് ഐറ്റവും ആണെങ്കിൽ അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ ജൂനിയേഴ്സ് ആണെന്ന് വിചാരിക്കുക. കാരണം കറണ്ട് ലയബിലിറ്റിയാണ് ഇത്, നോൺ കറണ്ട് ലയബിലിറ്റി ലോങ് ടേമിലുള്ളതാണ്. ഇത് നിങ്ങൾ സീനിയേഴ്സും ഇത് നിങ്ങളുടെ ജൂനിയേഴ്സും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ജൂനിയർ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ കയറിയ പ്രശ്നം ഉണ്ടാവുമോ? നോ അല്ലേ. ദെൻ ഒരു സീനിയർ വിദ്യാർത്ഥി മറ്റൊരു സീനിയർ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ കയറിയാൽ വലിയ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ ഒരു ജൂനിയർ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ കയറിയാൽ പ്രശ്നമാണ് അല്ലേ. ദെൻ ഒരു ജൂനിയർ വിദ്യാർത്ഥി സീനിയറിൻ്റെ ക്ലാസ്സിൽ കയറിയാൽ പ്രശ്നമാണ്. ഒരു സീനിയർ തിരിച്ച് ജൂനിയറിൻ്റെ ക്ലാസ്സിൽ കയറിയാലും ചിലപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക,
ഒന്ന് നോൺ കറണ്ട് ഐറ്റവും ഒന്ന് കറണ്ട് ഐറ്റവും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നാൽ മാത്രമാണ് അത് ഫണ്ടിനെ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.